ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണ ശ്രമം. വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ കതകുകളും കുത്തിത്തുറന്നു. അലമാരിയും കുത്തിത്തുറന്ന നിലയിൽ. ഒന്നും ലഭിക്കാത്തതിനാൽ മോഷ്ടാവ് മടങ്ങി. പറമ്പിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് ആദ്യം മോഷണ ശ്രമം അറിഞ്ഞത്. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയാർ 63 മൈൽ കൊട്ടാരത്തിൽ വീട്ടിൽ ആൻസി തോമസിന്റെ വീട്ടിലാണ് മോഷ്ടാവ് കടന്ന് വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ കതകുകളും അലമാരിയും കുത്തി തുറന്നത്. രാവിലെ പറമ്പിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് വീട് കുത്തിത്തുറന്ന നിലയിൽ കാണുന്നത്. തുടർന്ന് വീട്ടുകാരെ വിവരമറിയിച്ചു. പിന്നീട് സ്ഥലവും വീടും നോക്കി നടത്തുന്ന കൊച്ചുപരിക്കൽ വീട്ടിൽ ഈപ്പച്ചൻ സ്ഥലത്തെത്തുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാക്കൾ വീട് മുഴുവനും കുത്തിത്തുറന്ന് നോക്കുകയും ഓട്, ചെമ്പ് തുടങ്ങിയ വിലപിടിപ്പുള്ള പാത്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതൊന്നും മോഷ്ടാവ് അപഹരിച്ചില്ല. സ്വർണവോ പണവോ മറ്റോ അപഹരിക്കാൻ എത്തിയതായിരിക്കാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബാംഗ്ലൂരിലാണ് താമസം. അവർ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ് 2-3 ദിവസം എന്നാണെന്ന് അറിയത്തില്ല. ഇന്ന് രാവിലെ എൻ്റെ തൊഴിലാളികൾ ഇവിടെ വന്നു കഴിഞ്ഞ് അന്വേഷിച്ചപ്പോഴാണ് ഇത് വീട് കുത്തി തുറന്നിട്ടിരിക്കുന്നത് കാണുന്നതും എന്നെ അറിയിക്കുന്നതും. ഞാൻ പെട്ടെന്ന് വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസും പാർട്ടിയെല്ലാം വന്ന് അന്വേഷണത്തിൽ എൻ്റെ അകത്തുനിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വീട് മൊത്തം കുത്തി തുറന്നിട്ടിരിക്കുകയോ വേറെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് കാരണം ഞങ്ങളുടെ ചുറ്റുമുള്ള ചെറുകിട കർഷകർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. പകൽ സമയങ്ങളിൽ വീടുകളിൽ ആളില്ല. രാത്രി വീട്ടിൽ ഇപ്പോൾ ഈ നോയമ്പ് കാലമായ കാരണം പള്ളിയിൽ പോക്കും അതുമൊക്കെ ആയിട്ട് നടക്കുന്നു. ഭയങ്കര ഭീഷണിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് ഞങ്ങളുടെ പള്ളിയിൽ നോയമ്പ് ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച തൊട്ട് ശനിയാഴ്ച തൊട്ട് ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പം ഒരാഴ്ച കാലങ്ങളിൽ ഞാൻ രാത്രിയിൽ 8 മണി 10 മണി വരെയൊക്കെയാണ്. ഇത് വലിയ അപകടമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നു. അത് കാരണം ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇതാരാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്ന് കണ്ടുപിടിച്ച് തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഇതോടൊപ്പം വീട് കുത്തി തുറക്കാൻ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് കമ്പിയും സ്ക്രൂ ഡ്രൈവറും പറമ്പിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. വീട്ടുടമ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാംഗ്ലൂരിലാണ് താമസിച്ചു വരുന്നത്. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും മോഷണ ശ്രമം നടന്ന സ്ഥിതിക്ക് പ്രദേശത്ത് വീണ്ടും മോഷ്ടാക്കൾ കറങ്ങുന്നതിന്റെ സൂചന തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.